എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ഫ്രാങ്കി അവനാണെങ്കിൽ ആ നേവി ഓഫീസേഴ്സിനെ അറഞ്ചം പുറഞ്ഞം തല്ലി അവിടുന്ന് ഓടിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് സോൾജിയേഴ്സ് അവർ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കും. കാരണം നേവി ഒഫീഷ്യൽസിന് അവരുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവെന്ന് പറഞ്ഞ് അവർ റോബിനെ നോക്കും. റോബിനാണെങ്കിൽ അവളുടെ കയ്യിൽ കിട്ടിയ മുട്ടയും പാത്രവും ഒക്കെ എടുത്ത് സോൾജിയേഴ്സിനെ അറഞ്ചം പുറഞ്ചം വലിച്ചെറിയാണ്. ഉടനെ അത് കണ്ട ഈ ഒരു ടീം അവര് പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം അവളെ പിടിക്കാം. സോ ഇനി ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞ് അവർ ആ സ്റ്റെപ്സിലൂടെ താഴേക്ക് ചാടി ഇറങ്ങും. അവരങ്ങനെ ഇറങ്ങേണ്ട താമസം റോബിനാണെങ്കിൽ അവളുടെ ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് ആ സോൾജിയേഴ്സിന്റെ മുഴുവൻ കാല് പിടിച്ച് നിലത്തേക്കിടും. നാമിയാണെങ്കിൽ തണ്ടർ പവർ ക്രിയേറ്റ് ചെയ്ത് അറഞ്ചം പുറഞ്ചം അവരെ എല്ലാവരും അടിക്കാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് സോറ അവന്റെ 3 സ്ക്വാഡുകൾ ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ച ഫൈറ്റ് ചെയ്യാണ്. കട്ട് ചെയ്ത ഉസോപ്പ് അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ അവസ്ഥ കാണും. ഇത്ര നേരവും ഫുൾ സ്മാർട്ടായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരുന്ന ലൂഫി അവന് നല്ല രീതിയിൽ അടികെട്ടി ചോര തുളുമ്പി അങ്ങനെ വീണ് കിടക്കുകയാണ്. ഉസോപ്പ് ഉടനെ അവന്റെ മാസ്ക് കഴിക്കും. ലൂഫി എഴുന്നേക്ക് എന്ന് നിലവിളിച്ചു പറയും. അത് കേട്ട് ഇപ്പൊ ലൂഫി അവൻ പതിയെ കണ്ണു തുറന്ന് ദൂരെ നിൽക്കുന്ന ഉസോപ്പിനെ അങ്ങനെ എത്തി നോക്കും. ലൂഫി ഇത്രയും നേരവും വിചാരിച്ചിരുന്നത് അത് സോഹെ കിങ് ആണെന്നാണ്. ഉസോപ്പിനെ കണ്ട് ഭയങ്കര സന്തോഷത്തില് ലൂഫി ചോദിക്കും, ഓ ഉസോപ്പ് നീ വന്നോ? ഉടനെ ഉസോപ്പ് അവനാണെങ്കിൽ ഇപ്പൊ ലൂച്ചിയെ വെല്ലുവിളിക്കാൻ തുടങ്ങും. നിനക്ക് കുറച്ചെങ്കിലും മര്യാദയുണ്ടോ ഇത്രയും ചെറിയ ചെക്കനെ എടുത്തിട്ടടിക്കാൻ? എനിക്ക് പറ്റിയ അത്രയും പവറിലുള്ള ആള് അത് ഞാനാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞാനുമായിട്ട് ഏറ്റുമുട്ട്. ഞങ്ങളുടെ പൈററ്റ് ടീമിലെ സോഹെ കിങ് അത് ഞാനാണ്. എന്റെ അത്രയും പവർ ആർക്കും ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഉസോപ്പ് എങ്ങനെയെങ്കിലും ലൂഫിയെ രക്ഷിച്ച് ആ ലൂച്ചിയെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ നീ കരുതും ഞാൻ തള്ളി മറിക്കുകയാണെന്ന്. പക്ഷേ ആക്ച്വലി അല്ല. എന്റെ പുറകില് 8000 പൈററ്റ് മെമ്പേഴ്സ് ഉണ്ട്. മാത്രമല്ല ഗ്രാൻഡ് ലൈനില് ഞാൻ ഫൈറ്റ് ചെയ്യാത്ത വാരിയേഴ്സ് ആരുമില്ല. എല്ലാവർക്കും എന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അങ്ങനെ 1 മണിക്കൂർ നമ്മുടെ ഉസോപ്പ് വെറുപ്പിച്ച് ഇപ്പൊ ലൂച്ചിയുടെ മനസ്സിലും വലിയ വെറുപ്പും ദേഷ്യമൊക്കെ കയറിക്കൂടും. ഓൾറെഡി ലൂഫിയുടെ കാറ്റ് പോയി. സോ ഇനി ഉസോപ്പ് തന്നെ എന്ന് പറഞ്ഞ് ലൂച്ചി ഉസോപ്പിനെ ലക്ഷ്യമാക്കി അങ്ങനെ നടക്കാൻ തുടങ്ങും. അത് കണ്ട് അവൻ ലൂച്ചിയോട് പറയും, വേണ്ട വേണ്ട, അവനോട് നീ ഫൈറ്റ് ചെയ്യാൻ പോവരുത്. നിനക്ക് എത്ര ഫൈറ്റ് ചെയ്യണമെങ്കിലും എന്നോട് ഫൈറ്റ് ചെയ്തോ. പക്ഷെ അവനാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. ലൂഫി ആണെങ്കിൽ ഉസോപ്പിനെ നോക്കി നിലവിളിച്ച് പറയും, ഉസോപ്പ് ഓടിക്കോ, അവൻ നിന്റെ തൊട്ടടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ അടുത്തേക്ക് വന്ന ഉറപ്പായിട്ടും നിന്നെ അവൻ തല്ലി കൊല്ലും. പക്ഷെ ഉസോപ്പ് ആണെങ്കിൽ അപ്പോഴും അടങ്ങി നിൽക്കാതെ വീണ്ടും അവനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ലൂച്ചി അവൻ എന്റെ ഓപ്പണന്റ് ആണ്. അതിന് ഉസോപ്പ് പറയും, അങ്ങനെയാണെങ്കിൽ എഴുന്നേറ്റ് ഫൈറ്റ് ചെയ്യ്. നീ ഞങ്ങളുടെ ടീം മെമ്പറാണ്. നീ ഡൗൺ ആയ ഞങ്ങൾ ഓരോരുത്തരും ഡൗൺ ആവാൻ തുടങ്ങും. സോ നീ ഡൗൺ ആവാൻ പാടില്ല. നിന്റെ ഫോഴ്സ് ആണ് ഞങ്ങളുടെ എനർജി എന്ന് പറഞ്ഞ് ഉസോപ്പ് ആണെങ്കിൽ നല്ല ഗംഭീരായിട്ട് ലൂഫിയെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് കേട്ട് ലൂഫി അവനിപ്പോ പതിയെ കൈയും കാലും ഒക്കെ നിലത്ത് കുത്തി താങ്ങി അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പൊ എന്തോ ഒരു ശബ്ദം കേട്ട് ആ വില്ലൻ ലൂച്ചി അവൻ സ്ലൈറ്റ് ആയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കും. ബോഡി മുഴുവൻ ഫുൾ കത്തിയെരിയുന്ന പവറുമായി പോകൊക്കെ റിലീസ് ചെയ്ത് നമ്മുടെ ലൂഫി അവൻ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ലൂച്ചിക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് അത്ഭുതമാവും. ഓ നീ വീണ്ടും എഴുന്നേറ്റോ? ഇത്രയും തല്ലുകൊണ്ടിട്ടും നീ പഠിച്ചില്ല അല്ലേ? ഇവിടെ ഉസോപ്പ് ആണെങ്കിൽ വിട്ടുകൊടുക്കാനേ തയ്യാറാവില്ല. അപ്പം വീണ്ടും ഇപ്പൊ ലൂഫിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലൂച്ചി ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് നടന്നു വരും. ആദ്യം നിന്നെ ഞാൻ കൊല്ലും. ഇതിനുശേഷം നിന്റെ ഓരോ ഫ്രണ്ട്സിനെ ആയിട്ട് എന്റെ കൈകൊണ്ട് അവരുടെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നു തള്ളും. ഇതെന്റെ വാക്കാണെന്ന് പറഞ്ഞ് ആ വില്ലനും അവന്റെ ഫുൾ ഫോഴ്സിലേക്ക് മാറും. അടുത്ത നിമിഷം രണ്ടുപേരും വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഒരിഞ്ഞ അട്ടിയിടിയ ബഹളം. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നാമിയും റോബിനും അവരാണെങ്കിൽ അടിച്ചും ഇടിച്ചും അറ്റാക്ക് ചെയ്തും ഇപ്പൊ ടയർഡായിരിക്കുകയാണ്. രണ്ടുപേരും ശ്വാസമൊക്കെ വലിച്ചു വിട്ട് വീണ്ടും എനർജറ്റിക് ആയി മാറും. സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ വീണ്ടും മുകളിലേക്ക് നോക്കും. അപ്പൊ നാമി അവളാണെങ്കിൽ കറുത്ത വലിയൊരു മേഘം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവര് പരസ്പരം പറയും, നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാ അത് വലിയ അപകടമാണ്. സോ എല്ലാ ഭാഗത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് ഓട്. അവരങ്ങനെ വമ്പം പ്ലാനിങ് ഒക്കെ ഇട്ട് ഓരോ ഭാഗത്തേക്ക് ഓടാൻ ശ്രമിക്കും. പക്ഷെ റോബിൻ അവളുടെ കൈകൾ ഉപയോഗിച്ച് എല്ലാത്തിനെയും അടിച്ചു ചുരുട്ടി ഒരു ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരും. കറക്റ്റ് ടൈം നാമി അവളാ തണ്ടർ പവർ വെച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയില് ചുറ്റുമുണ്ടായിരുന്ന മിലിറ്ററി ഫോഴ്സ് അവർ കത്തിക്കരിഞ്ഞു പോകും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഗ്രാൻഡ്മയും കുഞ്ഞിപ്പെണ്ണും നമ്മുടെ ചോപ്പറും അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്.
ഇവിടെ ചോപ്പറിനാണെങ്കിൽ നിസ്സഹായനായി കിടക്കാനേ കഴിയുന്നുള്ളൂ. അവനാണെങ്കിൽ അതോർത്ത് കരയും. കട്ട് ചെയ്ത ഗേറ്റ് ഓഫ് ജസ്റ്റിസിന്റെ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് ഇപ്പൊ ഒരു കോൾ വരും. ഓപ്പോസിറ്റ് ഉള്ള ആള് അവരോട് പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഓൾമോസ്റ്റ് ഈ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും ഇപ്പൊ തകർന്നിരിക്കുകയാണ്. സോ ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോ. അപ്പൊ അതേസമയം ഗേറ്റ് തല്ലി പൊട്ടിച്ച് അവിടേക്ക് ഒരാള് വരും. അത് മറ്റാരുമല്ല, സാക്ഷാൽ സാൻജി. കട്ട് ചെയ്ത വീണ്ടും ഇപ്പൊ ലൂച്ചിയും ലൂഫിയും അവർ രണ്ടുപേരും തമ്മിലുള്ള ബ്രഹ്മാണ്ഡ ഫൈറ്റ് കാണിക്കും. ലൂഫി ആണെങ്കിൽ പുതിയ പുതിയ ഡിസൈൻസും ആക്ഷൻസിലൊക്കെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ലൂഫിയുടെ ടെക്നിക്സ് ഒന്നും അവന്റെ മുൻപിൽ വിലപ്പോവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് നമ്മുടെ ഉസോപ്പ് ആണെങ്കിൽ കണ്ണിമ വെട്ടാതെ ലൂച്ചിയും ലൂഫി ആയിട്ടുള്ള ഫൈറ്റ് അത് നോക്കി നിൽക്കാണ്. അപ്പോഴായിരിക്കും അവന്റെ അടുത്തേക്ക് 3 സോൾജിയേഴ്സ് അങ്ങനെ എയറിലൂടെ പറന്നു വരുന്നതായിട്ട് അവൻ കാണാം. 10 സെക്കൻഡ് ഉസോപ്പ് അവന്റെ ഗോലി എടുത്ത് അറഞ്ചം വലിച്ചു വിടും. പക്ഷെ അവരാണെങ്കിൽ അതിൽ നിന്നെല്ലാം ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നെ കൊണ്ട് വയ്യ, ഈ കളിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഉസോപ്പ് അവൻ നിലത്ത് കുത്തിയിരിക്കും. അപ്പോഴായിരിക്കും ആ ലൂച്ചി വില്ലൻ അവൻ മുൻപടിച്ച ആ ഒരു ടെമ്പസ്റ്റിക് അറ്റാക്ക് അതിന്റെ പവർ വന്ന് ആ 3 സോൾജിയേഴ്സിന്റെ ബോഡിയിൽ ഹിറ്റ് ചെയ്ത് അവര് 3 പേരും തെറിച്ചടിച്ച് താഴേക്ക് വീഴും. ഇതെന്തൊരു അത്ഭുതാടോന്നും പറഞ്ഞ് നമ്മുടെ ഉസോപ്പ് അവൻ ചുറ്റും നോക്കും. ഒരുപക്ഷെ ഞാൻ അടിച്ചുവിട്ട ഗോലികളൊക്കെ ഇപ്പോഴായിരിക്കും അവന്റെ ബോഡിയിൽ കൊണ്ടിട്ടുണ്ടാവുക. ആണ് സോഹോയ് കിങ്ങിന്റെ പവർ. എന്റെ ഗോലിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉസോപ്പ് വീണ്ടും വമ്പൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അങ്ങനെ നടക്കും. കട്ട് ചെയ്ത ഫ്രാങ്കി ഒരു നേവി സോൾജിയറിനെ അവന്റെ വയറ്റിലൊരൊറ്റ ഇടി. അവൻ ഇടിച്ച അടുത്ത നിമിഷം ആ ഒരു സോൾജിയർ വലിയൊരു ബോളായിട്ട് മാറും. ആക്ച്വലി ആ ഒരു നേവി സോൾജിയറിനും ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. എന്റെ പവർ അതെന്താണെന്ന് നീ ഇപ്പൊ അറിയൂന്ന് പറഞ്ഞ് അവനിപ്പോ ഫ്രാങ്കി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് സോറോ അവൻ അവിടേക്ക് എടുത്തു ചാടി അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ വില്ലനെ അറഞ്ചം വെട്ടും. കറക്റ്റായിട്ട് ഫ്രാങ്കി അവനിപ്പോ ആ വില്ലന്റെ തല പിടിച്ച് വലിച്ച് അവന്റെ തലയ്ക്ക് തന്നെ ഒരൊറ്റ കിക്ക്. തല അങ്ങനെ തെറിച്ച് ദൂരേക്ക് പോവും. ഇവിടെ നാമിയും റോബിനും അവർ രണ്ടുപേരും ഇപ്പൊ ഉഷാറായിട്ട് ഓടുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ ഒരു ബറ്റാലിയൻ മിലിറ്ററി ഫോഴ്സും ഉണ്ട്. ഇവിടെ സോറോയുടെ അടുത്തേക്ക് ഇപ്പൊ ഏതോ ഒരു നേവി സോൾജിയർ സ്ലോ മോഷനിൽ നടന്നു വരും. നീയല്ലേ സാക്ഷാൽ സോറോ? അത് കേട്ട് സോറോ അവൻ നാവ് കൊണ്ട് മറുപടി പറയാതെ അവന്റെ കത്തിയെടുത്ത് വീശും. ഉടനെ ആ വില്ലൻ അവൻ ആ കത്തിയിൽ പിടിച്ച് അങ്ങനെ അമർത്താനായിട്ട് തുടങ്ങും. അത് മുഴുവനും റെസ്റ്റായി മാറി ഒടിഞ്ഞ് താഴെ വീഴും. ആക്ച്വലി ഇവനും ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. ഇവൻ കത്തിയിൽ തൊട്ട് കഴിഞ്ഞാൽ അത് റെസ്റ്റായി മാറി ഒടിഞ്ഞ് താഴെ വീഴും. സോറോയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് ടെൻഷനാവും. അവനുടനെ ആ സോൾജിയറിന്റെ കയ്യിലുള്ള ഒരു കത്തി തട്ടിയെടുക്കും. അതിനുശേഷം അത് വെച്ച് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ആ ഒരു കത്തിയും അവൻ നിമിഷ നേരം കൊണ്ട് പൊടിച്ചു കളഞ്ഞ് ഇപ്പൊ സോറോയുടെ കയ്യ് അത് തുരുമ്പാക്കി മാറ്റാൻ തുടങ്ങും. സോറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അടുത്ത മിനിറ്റ് വീഴാണ് അവന്റെ ബോഡിയിൽ ഒരു അറ്റാക്ക്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഉസോപ്പ്. സോറോയ്ക്കാണെങ്കിൽ ഇപ്പോഴും ഒന്നും പിടികിട്ടില്ല. ഒരാളുടെ ബോഡി എങ്ങനെ തുരുമ്പ് പിടിപ്പിക്കാൻ കഴിയും? സോറ അതങ്ങനെ കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് നിൽക്കുമ്പോ ഇവിടെ ലൂഫിയും ലൂച്ചിയും അവർ രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ചെയ്യാണ്. ഫൈറ്റിന്റെ അവസാനം ലൂച്ചി അവന്റെ വാല് വെച്ച് ലൂഫിയെ ചുരുട്ടിയെടുത്ത് 2 കൈയും വെച്ച് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് ഇപ്പൊ ലൂഫി അവൻ വീണ്ടും തകർന്നു പോവും. ലൂഫി രക്തം ഛർദിച്ച് ഇപ്പൊ വീണ്ടും എഴുന്നേറ്റ് വരും. വില്ലനാണെങ്കില് അത് കണ്ട് പല്ല് കടിക്കാൻ തുടങ്ങും. ഉടനെ ലൂഫി അവൻ കണ്ണടച്ച് അവക്കിച്ച് പറഞ്ഞ കാര്യം അതൊന്നൊന്നായി ആലോചിക്കും. അതിനുശേഷം അവൻ റോബിനെ ആലോചിച്ച് ഇപ്പൊ കറങ്ങി വീണ്ടും അവന്റെ ഏറ്റവും ഫോഴ്സില് ആ വില്ലനെ ആഞ്ഞിടിക്കാനായിട്ട് തുടങ്ങും. വില്ലൻ ശ്വാസം മുറുക്കി പിടിച്ച് അവന്റെ ബോഡി അത് അയൺ ബോഡി ആക്കും. പക്ഷേ ലൂഫിയുടെ ഓരോ ഇടിയിലും അയൺ പോലും തകരാൻ തുടങ്ങും. ആ ഒരു അടിയില് ലൂച്ചിയുടെ കൺട്രോൾ പോയി അവൻ ബിൽഡിംഗ് തകർത്ത് പുറത്തേക്ക് തെറിച്ചു പോവും. പിന്നെ അവന്റെ അഡ്രസ് ഉണ്ടാവില്ല. ഈ ഒരു കാഴ്ച കണ്ട് മറൈൻ ഫോഴ്സ് നമ്മുടെ ആൾക്കാര് അങ്ങനെ എല്ലാവരും ഷോക്കായിട്ട് നോക്കി നിൽക്കും. ഇവിടെ ലൂഫി അവന്റെയും ബോധം പോയി പതിയെ താഴേക്ക് വീഴും. അടുത്ത നിമിഷം വീണ്ടും അനൗൺസ്മെന്റ് ഉയരും. ലൂച്ചിയെ ആ സ്ട്രോ ഹാറ്റ് ലൂഫി അവൻ കൊന്നു കളഞ്ഞുവെന്ന്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം. അവസാനമായിട്ട് ലൂഫി അവൻ കണ്ണു തുറന്ന് അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.